മലപ്പുറം സ്വദേശിയിൽ നിന്നുൾപ്പെടെ പണം തട്ടി അന്താരാഷ്ട്ര സൈബർ കുറ്റവാളി സംഘത്തിലെ പ്രധാനി കർണാടകയിലെ മടിക്കേരിയിൽ നിന്ന് പിടിയിലായി. മടിക്കേരിയിൽ സ്വകാര്യ മൊബൈൽ കമ്പനിയുടെ വിതരണക്കാരനായി പ്രവർത്തിക്കുന്ന അബ്ദുൾ റോഷനെയാണ് അറസ്റ്റ് ചെയ്തത്. IMEI നമ്പർ മാറ്റാവുന്ന ചൈനീസ് ഫോൺ ഉൾപ്പെടെ ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തെന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S. ശശിധരൻ പറഞ്ഞു. കോടിക്കണക്കിന് രൂപയുടെ ഓൺലൈൻ തട്ടിപ്പ് നടത്തിയിട്ടുള്ള റാക്കറ്റിലെ ഒരു മുക്കിക്കണ്ണിയെ മലപ്പുറം സൈബർ പോലീസ് പിടികൂടിയിട്ടുണ്ട്. അയാളുടെ പേര് അബ്ദുൾ റോഷൻ എന്നാണ് പേര്. ഇപ്പോൾ അയാൾ കർണാടക മടിക്കേരിയിലാണ് അയാൾ ഉണ്ടായിരുന്നത്. മടിക്കേരിയിൽ വെച്ചിട്ട് SHOയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കർണാടക പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ് അയാളെ അറസ്റ്റ് ചെയ്തത്. കർണാടക സംസ്ഥാനത്തിൽ പല ഭാഗങ്ങളിലായിട്ട് ഇത്തരത്തിലുള്ള അവരുടെ റീറ്റെയിലേഴ്സിനെ കൊണ്ട് ഇദ്ദേഹം അവർക്ക് കാശ് കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് സിം കളക്ട് ചെയ്യുന്ന രീതിയാണ്. ആ സിം കളക്ട് ചെയ്ത തരത്തിലുള്ള സിമ്മുകളാണ് ഇപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത്. സമീർ ബിൻ കരീം മലപ്പുറത്തും ചെയ്യുന്നു. സമീർ, ഏത് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് മലപ്പുറം പോലീസ് ഇയാളെ പിടികൂടുന്നത്? ഇത്രയും സിമ്മും മൊബൈൽ ഫോണും ഒക്കെ ഉപയോഗിച്ച് റോഷൻ നടത്തിയ തട്ടിപ്പുകൾ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു? സുഹൈലി, ഓൺലൈൻ വ്യാജ ഷെയർ മാർക്കറ്റ് സൈറ്റ് വഴി മലപ്പുറം വേങ്ങര സ്വദേശിയുടെ 1,08 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന കേസിന്റെ അന്വേഷണമാണ് സുപ്രധാന കണ്ടെത്തലിലേക്ക് പോലീസിനെ എത്തിച്ചിരിക്കുന്നത്. ഫേസ്ബുക്ക് പേജ് ബ്രൗസ് ചെയ്ത യുവാവ് ഷെയർ മാർക്കറ്റ് സൈറ്റിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതാണ് തട്ടിപ്പിന് ഇരയാകാനുള്ള കാരണമായി പറയുന്നത്. വമ്പൻ ഓഫറുകൾ നൽകി 1 കോടി രൂപയിലധികം ബാങ്ക് അക്കൗണ്ടുകൾ വഴി ഓൺലൈൻ തട്ടിപ്പ് സംഘം നടത്തി എന്നുള്ളതാണ് കണ്ടെത്തൽ. ഈ കേസിലെ അന്വേഷണത്തിലാണ് തട്ടിപ്പ് സംഘങ്ങൾക്ക് സിം കാർഡുകൾ സംഘടിപ്പിച്ച് നൽകുന്ന കർണാടക സ്വദേശി അബ്ദുൾ റോഷനെ കുറിച്ച് പോലീസിന് വിവരം ലഭിക്കുന്നത്. കർണാടക പോലീസിന്റെ സഹായത്തോടെ നടത്തിയ തെരച്ചിലിൽ ഇയാൾ മടിക്കേരിയിലെ വാടക ക്വാർട്ടേഴ്സിൽ വെച്ച് പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു. ഇയാളിൽ നിന്നും 150 മൊബൈൽ ഫോണുകളും 40,000-ഓളം സിം കാർഡുകളുമാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. സ്വകാര്യ മൊബൈൽ കമ്പനി ജീവനക്കാരായിരുന്ന ഇയാൾ ആളുകൾ അറിയാതെയാണ് അവരുടെ പേരിൽ സിം കാർഡുകൾ എടുത്തിരുന്നത്. സിം കാർഡ് എടുക്കുന്നതിന് കസ്റ്റമർ റീറ്റെയിൽ ഷോപ്പുകളിൽ എത്തുമ്പോൾ അവരറിയാതെ 2-3 പ്രാവശ്യം ഫിംഗർ പ്രിന്റ് ബയോമെട്രിക് പ്രസ് ചെയ്യിപ്പിച്ചാണ് സിം കാർഡുകൾ എടുത്തിരുന്നുവെന്നും ഇയാൾ പോലീസിനോട് സമ്മതിച്ചിരിക്കുകയാണ്. ഇതിനായി സുഹൃത്തുക്കളുടെ കടകളാണ് ഇയാൾ തെരഞ്ഞെടുത്തിരുന്നതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ സിം കാർഡുകൾ 50 രൂപ നിരക്കിൽ തട്ടിപ്പുകാർക്ക് കൈമാറുന്നതാണ് പ്രതിയുടെ രീതിയെന്നും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കുന്നു. ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ വ്യാജ അക്കൗണ്ടുകൾ തുറക്കുന്നതിനും ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾക്ക് സഹായം നൽകുന്ന സാങ്കേതിക സഹായങ്ങളും ഒക്കെ തന്നെ ഈ പ്രതി നൽകിയിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്തായാലും പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള തട്ടിപ്പിലും ഇയാൾക്ക് പങ്കുണ്ടോ എന്നുള്ളതാണ് പോലീസ് വിശദമായി പരിശോധിക്കുന്നത്. സുഹൈൽ, ശരി. കർണാടക സ്വദേശിയാണ് മലപ്പുറം പോലീസ് പിടികൂടിയിരിക്കുന്നത്. സമീർ ബിൻ കരീമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി.